തിരുഹൃദയമാസം 4-ാം തീയതി. തിരുഹൃദയഗീതം കവിത 4-ാം ഭാഗം. മക്കളെ രക്ഷിക്കാൻ അങ്ങുന്നരുളുന്ന വാക്കുകൾ ഞങ്ങൾ ശ്രവിച്ചിടട്ടെ. വിട്ടകന്നിടുവിൻ പ്രാർത്ഥനാരഹിതരെ, വിശ്വാസമില്ലാത്ത കൂട്ടുകാരെ. എങ്കിലും അവരുടെ മനസ്സം മാറുവാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവിൻ. പ്രതികാരം ചെയ്യുന്ന നീക്കങ്ങൾ നിർത്തിയിടുവിൻ. പ്രത്യുപകാരം പെരുപ്പിക്കുവിൻ. താഴ്മയും എളിമയുമില്ലാത്ത ശൈലിയിൽ തൻ പോരിമ പൊക്കി സംസാരവും പാടെ നിർത്തിയിടുവിൻ. പരസ്നേഹവൃത്തിയാൽ പടിപടിയായി വിജയിക്കുവിൻ. കന്യകമറിയത്തെ ഇരവിലും പകലിലും കരളിൻ്റെ കരളായി കരുതിയിടുക. സവിശേഷ സ്നേഹം ഞാൻ പൊരിയുന്നു സന്തതം. സമർപ്പിത ജീവിതം പേറിയോരിൽ മാമക വത്സല ഹൃദയത്തിലവരെല്ലാം മാമാങ്കം കൊണ്ടാടും ദൈനദിനം. പരിശുദ്ധ കുർബാനായി അർപ്പിച്ചിടുന്നോരൻ പരിലാളനമൂലം പരിലസിക്കും. എൻ്റെ ശരീരത്തെ കരധാരിയിലേന്തുവോ എത്രയോ ഭാഗ്യവാന്മാർ. എൻ്റെ രക്തത്തിൻ്റെ കാസവഹിക്കുവാൻ എമ്മാത്രം കൃതകൃത്യർ വൈദികന്മാർ. ശിഷ്ടരായി തീരുന്നു ബലഹീനരവരൻ്റെ ശ്രേഷ്ഠ പൗരോഹിത്യ ശക്തി മൂലം. അവരുടെ ഹൃദയങ്ങൾ ലൗകിക ശക്തിയിൽ അമരാതെ നോക്കും ഞാൻ സ്നേഹപൂർവം. അവർ കാഴ്ചവെക്കുന്ന അധ്യാത്മസേവനം അവനിയെ എഴലാറ്റിയ മലമാക്കും. അനുദീനാധ്വാനങ്ങൾ ജപധ്യാന ശക്തിയാൽ അനുഭൂതിയേകുന്നു എൻ മക്കളിൽ. അവരിലനുകമ്പ കാട്ടും കുടുംബങ്ങൾ അവസാനം വന്നെത്തുമെൻ്റെ കൃത്തിൽ. അന്ത്യമാശ്വാസം വലിച്ചു കിടക്കുന്ന അരുമാത്മജർക്ക് ഞാൻ അഭയമേകും. അവസാനമില്ലാത്ത നിർവൃതി നുകരാൻ അവരൻ മാടിത്തട്ടിൽ വന്നു ചേരും.
ആത്മാക്കൾ കറ നീക്കി പരിശുദ്ധി നേടുവാൻ അവരന്ത്യവിധിയിൽ ശരീരമോടെ അനന്തഭാഗ്യത്തിൻ്റെ അനുഭൂതി നുകരുവാൻ അവസാനമില്ലാത്ത നിർവൃതിയിൽ ആജ്ഞാനരാകുവാൻ പരിശുദ്ധ ത്രിത്വത്തെ ആരാധിച്ചാനന്ദ നൃത്തമാടാൻ അഭയം പ്രാപിക്കുവിൻ മാമക ഹൃദയത്തിൽ ദിവ്യകാരുണ്യത്തിലൻ ഗാത്രഭക്തങ്ങൾ അഭയം പ്രാപിക്കുവിൻ മാമക ഹൃദയത്തിൽ അമ്മതന്മാരിലെ കുഞ്ഞുപോലെ ദിവ്യകാരുണ്യത്തിലൻ ഗാത്രരക്തങ്ങൾ ദിവസേനെ ഉൾക്കൊള്ളും ഭക്തമക്കൾ അവസാനം വന്നെത്തും സ്വർഗീയ ഭവനത്തിൽ അനുപമാനന്ദത്തിലാറാടുവാൻ പാപികൾ പശ്ചാത്താപിക്കുകിൽ കഴുകിടാൻ പരിചിയിലൊഴുകുന്നവരിലേക്ക് പങ്കമില്ലാത്ത എൻ രക്തവും വെള്ളവും ചങ്കിൽ നിന്ന ധൃത സ്നേഹമോടെ പങ്കമില്ലാത്ത എൻ രക്തവും വെള്ളവും ചങ്കിൽ നിന്നത്യന്ത സ്നേഹമോടെ ഭൂവിലവരെ ഞാനൻ തിരുമുറിവിങ്കൽ ദ്രോഭയം നൽകി പാലിച്ചിടും മാമക തിരുരക്തം മോന്തിക്കൂടിച്ചവർ മറുലോകാലഭരിയാലാറാടിയിടും ആഗോള മാനവ സോദരഖിലവും ആനന്ദം കണ്ടെത്താമെൻ്റെ ഹൃത്തിൽ അണയുന്നു സമയം സമാഗതമാകുവാൻ ആത്മാർത്ഥതാപൂർവം പ്രാർത്ഥിക്കുവിൻ പാപഭാരത്താൽ നേരുങ്ങുന്ന സോദരർ പരിശുദ്ധ ജീവിതം കൈവരിക്കാൻ ഇരവിലും പകലിലും ഒരുപോലെ യാചിക്കൂ കരുണാക്കടലായ എന്നെ നോക്കി എൻ്റെ പാദത്തിങ്കൽ സാഷ്ടാംഗം വീണവർ എളിമായിൽ സങ്കേതം യാചിച്ചവർ പരിത്യക്തരാവില്ല പാപഭാരം പോക്കി പാരത്രികാനന്ദം നൽകിയിടും ഞാൻ. നല്ലൊരു ചിന്ത. വർഷങ്ങൾക്ക് മുൻപ് ഒരു ഉൾഗ്രാമത്തിൽ രത്നാകരൻ എന്നൊരു ദരിദ്ര ബാലൻ ഉണ്ടായിരുന്നു. പിതാവ് മരിച്ചുപോയതിനാൽ അവൻ്റെ അമ്മ അല്പം അകലെയുള്ളൊരു ധനികൻ്റെ വീട്ടിലെ അടുക്കള ജോലികൾ ചെയ്തായിരുന്നു അവനെ വളർത്തിയിരുന്നത്. ആ ധനികൻ്റെ മകൻ പലപ്പോഴും രത്നാകരനെ അധിക്ഷേപിക്കുകയും അപഹസിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അവനത് അമ്മയോട് പറഞ്ഞുവെങ്കിലും ആ സാധു സ്ത്രീ എന്തു ചെയ്യാനാണ്? അവർ പറഞ്ഞു, മോൻ അതിന് മറുപടിയൊന്നും പറയണ്ട, നമുക്കിപ്പം അവരോട് എതിർക്കാൻ കഴിയില്ലല്ലോ, നമുക്ക് ക്ഷമിക്കാം എന്ന്. രത്നാകരൻ അതനുസരിച്ച് അപഹസിക്കപ്പെടുമ്പോൾ നിശബ്ദനായി അത് സഹിച്ച് ആ ധനിക ബാലൻ സ്കൂൾ ബസ്സിൽ സ്കൂളിലേക്ക് പോവും. രത്നാകരനാകട്ടെ ദീർഘദൂരം നടന്നായിരുന്നു പോയിരുന്നത്. എന്നാൽ രത്നാകരൻ പഠനത്തിൽ സമർത്ഥനായിരുന്നു. അവൻ +2 സ്കൂളിലെ 1ാം റാങ്ക് നേടി. ആ ധനിക ബാലൻ ആവട്ടെ പരാജിതനായി. രത്നാകരൻ പഠിച്ച്
നല്ല റാങ്കോടെ IAS നേടി അടുത്ത സ്റ്റേറ്റിൽ കളക്ടറായി നിയമിതനായി. അപ്പോൾ അവനവൻ്റെ അമ്മയെ കൂടെ തൻ്റെ ഔദ്യോഗിക ഭവനത്തിൽ കൊണ്ടുപോയി സന്തോഷപൂർവ്വം താമസിപ്പിച്ചു. ധനം ജീവിതത്തെ ശ്രേഷ്ഠമാക്കുകയില്ല എന്ന് പ്രതിസന്ധികളിലാണ് പലരും അറിയുന്നത്. ധനസമ്പാദനത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് വിദ്യ സമ്പാദിക്കുന്നത്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വിത്തമെന്തിനു മർത്യനു വിദ്യ കൈവശമാവുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ട് കരുതണമോ എന്നു തുടങ്ങുന്ന കവിത വിദ്യയുടെ മഹത്വം വെളിപ്പെടുത്തുന്നു. നഘോരകാര്യം നഘ രാജകാര്യം എന്ന സംസ്കൃത ശ്ലോകത്തിൽ പറയും പോലെ കള്ളന്മാർക്ക് അപഹരിക്കുവാനോ ഭരണാധികാരികൾക്ക് പിടിച്ചെടുക്കുവാനോ കഴിയാത്ത മഹത്തായ സമ്പത്താണ് വിദ്യ. അതുകൊണ്ടാണ് വിദ്യധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്നത്. സാധാരണയായി എല്ലാറ്റിനും വില നിർണ്ണയിക്കുന്നത് പണത്തിൻ്റെ അളവിലാണ്. എന്നാൽ വിദ്യയുടെ മൂല്യം ഒരിക്കലും പണത്തിൻ്റെ അളവിൽ കണക്കാക്കുവാനാവില്ലല്ലോ. പണം കൊണ്ട് അളക്കുവാൻ കഴിയാത്ത ഉത്തമ സമ്പത്താണ് വിദ്യ. ആകയാൽ വിദ്യാഭ്യാസം ഏവരുടെയും ജീവിതത്തിൽ അനിവാര്യമാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഈ വലിയ ദർശനത്തോടെ നമുക്ക് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കാം. ഈ ദർശനത്തോടെ പഠിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ മാർഗദർശനം നൽകുവാൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സാധിക്കണം. കേവലം പണസമ്പാദനം എന്നത് മാത്രമായി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ചുരുങ്ങിപ്പോകരുത്. മഹത്തായ ആളത്വത്തിൻ്റെ ഉടമകളാകുവാൻ നമ്മുടെ വരും തലമുറ ഒരുക്കപ്പെടണം. അതിനായി നമുക്ക് സജ്ജമാകാം, പ്രാർത്ഥിക്കാം. ഇന്ന് ദിവ്യകാരുണ്യ തിരുനാൾ. എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ദിവ്യകാരുണ്യ തിരുനാളിൻ്റെ മംഗളങ്ങൾ. ദിവ്യകാരുണ്യനാഥ നിൻ ദിവ്യപ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യപ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ. നിൻമുഖം ദർശിക്കാൻ ദിവ്യകാരുണ്യനാഥ നിൻ ദിവ്യപ്രകാശം. ദൈവത്തോടൊപ്പം ആയിരുന്നവൻ ദാസന്റെ രൂപം ധരിച്ചു. നമ്മോടൊപ്പം ആയിരിക്കുവാൻ അപ്പമായി ഭൂമിയിലിറങ്ങി വന്നു. ദിവ്യകാരുണ്യനാഥ നിൻ ദിവ്യപ്രകാശം. കുർബാനയായി തൻ ജീവൻ ചൊരിഞ്ഞു. കുർബാനയിൽ നാം ഒന്നായി ചേരാൻ ജീവന്റെ സമൃദ്ധി എനിക്കു നൽകി. നിത്യജീവനിലേക്കെന്നെ നയിക്കാൻ ദിവ്യകാരുണ്യനാഥ നിൻ ദിവ്യപ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ. ആ ദിവ്യപ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ. നിൻ മുഖം ദർശിക്കാൻ
ദിവ്യകാരുണ്യനാഥ നിൻ ദിവ്യപ്രകാശം നിൻ ദിവ്യപ്രകാശം നിൻ ദിവ്യപ്രകാശം. ഇന്ന് വൈദികർക്ക് വേണ്ടി ഒരു വൈദികരുടെ ആവശ്യങ്ങൾ, വൈദികരുടെ സാമീപ്യം, വൈദികരുടെ നന്മ വൈദികർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുന്നവർ, അവർക്ക് വേണ്ടി ഒരു നല്ല സന്ദേശം. പണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു കുഗ്രാമവാസിയായിരുന്നു. ആയിരുന്ന കാലത്ത് വിദേശത്ത് പ്രവർത്തിച്ച ഒരു വൈദികൻ താമസമുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഹൃദയദൂരം ആയിരുന്നു. അച്ഛന്മാർ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ശരിക്കും ഞാൻ നേരിട്ട് അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ഒരു വേലിയുടെ അപ്പുറവും ഇപ്പുറവും ജീവിച്ചിരുന്ന ഞങ്ങൾക്ക് ഇന്ന് അച്ഛൻ താമസിച്ച ഇടം ഒരു ധ്യാനകേന്ദ്രം ആണ്. അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തെ നിത്യസന്ദർശകൻ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തിൽ ഇഷ്ടപ്പെട്ട കാര്യം, അദ്ദേഹം ഞാൻ ഉൾപ്പെടെ ചെറുപ്പക്കാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന മനസ്സുള്ള ആളായിരുന്നു. ഞാൻ എന്ന് പറയുമ്പോൾ വേറൊരു യുവാവിൻ്റെ അനുഭവമാണ് ഞാനിവിടെ വിവരിക്കുന്നത്. ഞാനുൾപ്പെടെ ചെറുപ്പക്കാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന മനസ്സുള്ള ആളായിരുന്നു. ഞങ്ങളോടൊപ്പം കളിച്ച് തമാശ പറഞ്ഞ് വിദേശത്ത് സേവനം ചെയ്യുന്ന കാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചു. അച്ഛൻ്റെ പുസ്തക സഞ്ചയം എനിക്കായി തുറന്നു തന്നു. അത് വായിച്ച് വളർന്നു. പ്രായമാകുമ്പോൾ അച്ഛന്മാർ അനുഭവിച്ചിരുന്ന ഒറ്റപ്പെടൽ വിഷമങ്ങളൊക്കെ ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അച്ഛന് ലഘൂകരിക്കാൻ കഴിഞ്ഞു എന്ന് ഇത്തിരി പുറകോട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നു. അച്ഛന് നൽകിയ പിന്തുണ മികച്ചതായിരുന്നു. തെറ്റുകൾ ക്ഷമിച്ച് അദ്ദേഹത്തെ മറ്റുള്ളവർ പറ്റിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും അത് ഏറ്റെടുത്ത് നിഷ്കളങ്കമായി മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. എല്ലാ വിശേഷ ദിവസങ്ങളിലും അച്ഛനെ ഞങ്ങളുടെ വീട്ടിലെ രുചി അറിയിച്ചിട്ടേ വിടുമായിരുന്നുള്ളൂ. അന്ന് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഇന്നും ഇരുന്നു പോകുന്നു. മോനെ, നിൻ്റെ സമയം ആളുകൾക്ക് നൽകുക. നിനക്ക് തിടുക്കം എന്തിനാണ്? അവരുടെ കാര്യങ്ങൾ കേൾക്കാനുള്ള സമയം ദൈവം നിനക്ക് കരുതി വച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുന്നിൽ വരുന്നവരെ കേൾക്കാതെ ഒരിക്കലും നിരാശപ്പെടുത്തിയില്ല. തിരക്കുകൾ ഈ വേളകളിലൊക്കെ മാഞ്ഞു പോകുന്നത് കാണും. കൂടുതൽ ഞാൻ റിലാക്സ് ആകും. ഇത് എന്നിൽ നിറച്ചത് അച്ഛൻ്റെ സാന്നിധ്യമാണ്. എൻ്റെ മാതാപിതാക്കൾ, ഗുരുക്കൾ, അവർക്കൊപ്പം അച്ഛൻ എൻ്റെ ഒപ്പമുണ്ട്. ഞാൻ ഉപരിപഠനത്തിന് എൻ്റെ ഗ്രാമം വിട്ട് പിന്നീട് വന്നപ്പോൾ അച്ഛൻ ഏതോ പ്രീസ്റ്റ് ഹോമിൽ മാറ്റപ്പെട്ടു എന്നറിഞ്ഞ് പിന്നീട് എനിക്ക് ജോലി കിട്ടി. ഞാൻ നന്ദിയില്ലാത്ത പാപി ആയതുകൊണ്ട് അച്ഛനെ തേടി കണ്ടുപിടിച്ചില്ല, അച്ഛനോട് പറഞ്ഞില്ല. ഒരു ദിവസം ടൗണിൽ വെച്ച് അച്ഛൻ മുന്നിൽ. ഞാൻ ഓടിച്ചെന്ന് അച്ഛനോട് എൻ്റെ നിലവിലെ സ്ഥിതി പറഞ്ഞു. അച്ഛന് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ഞാൻ ജാള്യതയോടെ കേട്ടു. അച്ഛൻ്റെ കൈ എൻ്റെ കയ്യിൽ പിടിച്ച് ഒന്ന് മുറുക്കി. എന്നിട്ട് പതുക്കെ പിടിപിടിപ്പിച്ചു. മോനെ പോട്ടടാ എന്ന് പറഞ്ഞു. കൂടെ വന്ന ഒരാളുടെ ഒപ്പം നടന്നു വന്നു. ഇന്നതിൻ്റെ കുറ്റബോധം മനസ്സിൽ നിന്നും മാറിയിട്ടില്ല. പിന്നൊരു ദിവസം അറിഞ്ഞു അച്ഛന് ദൈവത്തിൻ്റെ സവിധത്തിൽ ഇടം ലഭിച്ചു എന്ന്. എന്നിൽ ക്രിസ്തീയതയുടെ മാതൃകകൾ അന്വേഷിക്കാനുള്ള പ്രേരണ തന്നെ എന്നെ ചേർത്ത് നിർത്തിയ, ഒരു കഴിവുമില്ലാത്ത എന്നെ നന്നായി കാണാൻ ആഗ്രഹിച്ച സെബാസ്റ്റ്യൻ അച്ഛനെ ഓർക്കുന്നു. നമ്മുടെ സ്പിരിച്വൽ കൂട്ടായ്മ ഒരു കാര്യം ചെയ്താലോ? നമുക്ക് വൈദിക ശ്രേഷ്ഠർ തങ്ങളുടെ ജീവിത സന്ധ്യ അഭിമുഖീകരിക്കുമ്പോൾ ഒന്ന് ചെന്ന് ആരെങ്കിലും കാണുന്നത് അവർക്ക് നമ്മൾ നൽകുന്ന വലിയ കാണിക്കയാവും. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച പാപിയുടെ മനസ്സ് തുറപ്പ് മാത്രമാണ് എൻ്റെ
നേരനുഭവത്തിൽ നിന്ന് കുറിച്ചത്. കടപ്പാട് ബ്രിജിത്ത് എന്ന ഒരു ഹിന്ദു വ്യക്തി. ഇത് വായിച്ചപ്പോൾ ഞാൻ വേറൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അച്ഛന്മാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെന്ത് തെറ്റ് ചെയ്താലും അത് ദൈവം നോക്കിക്കോളും. നമ്മളായിട്ട് അത് അന്വേഷിക്കാൻ പോകുന്നുണ്ട്. അവർ ചെയ്യുന്ന നന്മ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന അവരുടെ സാഹചര്യത്തിൽ നമ്മൾ സ്നേഹിക്കുക. അവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അവരുടെ വിശുദ്ധീകരണവും അവരുടെ വിശുദ്ധിയെല്ലാം നമ്മൾക്കും നല്ലതിനായി അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്നെല്ലാം നമുക്ക് ആലോചിച്ച് പ്രാർത്ഥിക്കാം. ഇത് വായിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം എൻ്റെ ജീവിതാനുഭവത്തിലത്തെ കുറച്ച് കാര്യം വൈദികരുമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ വർഷങ്ങളായി വയസ്സായ അച്ഛന്മാരെ കാണാൻ പോകാറുണ്ട്. അവർ താമസിക്കുന്ന സ്ഥലത്തെല്ലാം വർഷങ്ങളായി. ചക്കയുടെ കാലവും മാങ്ങയുടെ കാലമൊക്കെ ആകുമ്പോൾ കൊടുക്കാനായിട്ടും പോകും ചക്കയും മാങ്ങയൊക്കെ വയസ്സായ അച്ഛന്മാർക്ക്. അതുപോലെ തന്നെ ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം വയസ്സായ അച്ഛന്മാർക്ക് കേക്ക്, മധുരപലഹാരങ്ങൾ എല്ലാം കൊണ്ടുപോകും. അതുപോലെ തന്നെ ഈ 2 ദിവസം മുൻപും അച്ഛന്മാര് വയസ്സായവർക്ക് ചക്ക കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പോവാനായിട്ട് പെട്ടെന്ന് സാധിച്ചില്ല. ഞാൻ കൊടുത്തയച്ചു ചക്ക. എപ്പോഴും ഇതെല്ലാം എൻ്റെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ പരിപാടികളാണ്. ക്രിസ്മസ്, ഓണം, ഈസ്റ്റർ, ചക്കയുടെ മാങ്ങയുടെ സീസൺ വരുമ്പോൾ അതൊക്കെ അങ്ങനെ എല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. എനിക്കൊരു സന്തോഷമാണ്. അങ്ങനെ ഒരു പ്രാവശ്യം ഫീസ്റ്റ് ഹോമിൽ പോയപ്പോ കാലങ്ങളോളായിട്ട് തന്നെ അറിവുള്ളതാണ്. പക്ഷെ പെട്ടെന്ന് വയസ്സ് കൂടിയ കാരണം എൻ്റെ തലമുടിയൊക്കെ നരച്ചിട്ടോ ഞാൻ തയ്യൊന്നും ചെയ്യാണ്ട് കുറെ നാളായിട്ടോ എന്തോ അച്ഛനും കണ്ടപ്പോ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിക്കുക. അപ്പൊ വേറൊരു വയസ്സായ അച്ഛൻ അങ്ങോട്ട് വന്നു. ഫീസ്റ്റ് ഹോമാണ്. അപ്പൊ അച്ഛൻ വന്നു. അപ്പൊ ഞാൻ എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോ മറ്റേ അച്ഛൻ ഈ അച്ഛനോട് പറയാ, അത് നമ്മുടെ വക്കീല് മോളാണ്. എനിക്കിങ്ങനെ വക്കീല് മോളെന്ന് പറഞ്ഞിട്ട് പേരുണ്ടാ എന്ന് ഞാനുള്ളിൽ വിചാരിച്ചു. ഞാനും ചിരിച്ചു. എന്നെ ഇങ്ങനെ നോക്കി നിന്ന് ഓർക്കുന്നത് കണ്ടപ്പോ വേറെ ഒരച്ഛൻ പറഞ്ഞതാണ് ഈ അച്ഛനോട്, അത് നമ്മുടെ വക്കീല് മോളാന്ന്. എനിക്ക് ചിരിച്ചിട്ട് പോകല്ലേ. എന്നാ ഞാൻ വക്കീലായി എന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്ന് തൊട്ടാ വക്കീലായി എന്ന് എനിക്ക് തോന്നണേ. ഞാൻ എൻ്റെ പുസ്തകങ്ങൾ ഇറക്കുമ്പോഴും ആർട്ടിക്കിൾ ഇറക്കുമ്പോഴും ഫീസ്റ്റ് ഹോമിലും കൊണ്ടുവയ്ക്കും. ഈ എന്തെങ്കിലും പലഹാരമൊക്കെ കൊണ്ടുപോകുമ്പോ ഈ ആർട്ടിക്കിൾ എഴുതിയതൊക്കെ അവിടെ വായിക്കണമേ ക്ഷമ വയ്ക്കാറുണ്ടേ. അതാവും വക്കീല് മോളൊന്ന് പേര് കിട്ടിയത്. ഞാനിപ്പോ ഈ മുകളിലെ ലേഖനം ഇത് വായിച്ചപ്പോ ഓർത്തുപോയതാണ്. ഓക്കെ. തിരുനാൾ, പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആശംസ എല്ലാവർക്കും.
ഇന്നത്തെ ദിവസം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ.